ഞാനും +2 വരെ പഠിച്ചിട്ടുള്ളൂ. അവളെ അച്ഛനും +2 തന്നെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവളെ അച്ഛൻ അവളെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറയും. അവൾ വന്നിട്ട് നന്നായി പഠിക്കും എന്ന് വെച്ചാൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യും സാർ. ഞാൻ ശ്രീലക്ഷ്മി. ഞാൻ ഫസ്റ്റ് സെഫറിൽ ജോയിൻ ചെയ്തത് എൻ്റെ സ്കൂൾ വഴിയായിരുന്നു, NVK സീനിയർ സെക്കൻഡറി സ്കൂൾ. ഫസ്റ്റ് ഇയർ എഴുതി 1 മാർക്കിൽ പോയി, തിരിച്ചും റിപ്പീറ്റ് ചെയ്തു. 1 മാർക്കിൽ സീറ്റ് പോയി. അത് വളരെ വിഷമമായൊരു കാര്യമാണ്. പിന്നെ ഒരു 2-3 മന്ത്സ് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ പിന്നെ മാർത്താണ്ഡം സെഫറിൽ റിപ്പീറ്റ് ചെയ്യാൻ പോയത്. ശ്രീലക്ഷ്മിയുടെ പാരൻറ്റും വളരെയധികം സപ്പോർട്ടാണ്. അവർ അത്ര ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ല, പക്ഷേ അവർ ട്രസ്റ്റ് ചെയ്തു. ഞാൻ ഉറങ്ങേയില്ല സാർ, അത്രയ്ക്ക് ഹാർഡ് വർക്ക്. അവളെ കൂടെ ഞാനും നല്ല കഷ്ടപ്പെട്ട്, അവളും അതവിടെ നല്ല കഷ്ടപ്പെട്ട് നല്ലത്. എൻ്റെ ഹോബീസ് വരയ്ക്കണത്, ഡാൻസ് കളിക്കും, പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്തിരുന്നു. ഡ്രോയിങ് നന്നായി വരയും. സെക്കൻഡ് ടൈം ആയതുകൊണ്ട് ഒരു സീറ്റ് കിട്ടുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഭയങ്കര ടഫാണ്. 2025 പേപ്പർ ടഫാണെന്ന് എല്ലാവർക്കും അറിയാം. സോ അതിൻ്റെ ഒരു വിഷമം അപ്പോൾ ഉണ്ടായിരുന്നു ആ എക്സാം ഹാളിൽ. ബട്ട് ഞാൻ വന്നിട്ട് അതിനൊന്നും ടൈം കൊടുത്തില്ല. പേപ്പർ കംപ്ലീറ്റ് ചെയ്യാമെന്ന് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഒരു ഹാർഡ് വർക്കിന് കിട്ടിയിട്ടുള്ള ഒരു അപ്രിസിയേഷനായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണണം. കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് പറഞ്ഞാൽ ഒരു ഡെവലപ്ഡ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാലും ഈ അവയർനെസ് ലെവലിൽ ഇന്നും കുറച്ച് പുറകിലാണ്. നീ റിപ്പീറ്റ് ചെയ്യില്ലേ, ഇനി നിങ്ങൾക്ക് കിട്ടുമോ അങ്ങനെയെന്നൊക്കെ പറയുമ്പം സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യയിൽ 246 എന്ന് പറയുന്ന ഒരു റാങ്കിങ്ങിൽ ആ കുട്ടി വരുന്നുണ്ട്. നന്നായി പഠിച്ച് ഇത്രയും ഒരു നല്ലൊരു ലെവലിന് സഫയറും ആക്കി തന്നതിന് വളരെ നന്ദി. എക്സാം എഴുതിയപ്പം എനിക്ക് ഇത്ര മാർക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എന്ന് പറയുക, ഒരു ആവറേജ് ഫാമിലി എന്നുള്ള ഒരു കൊച്ച് ഇന്ന് വന്ന് ഒരു എയിംസിൽ പോയി പഠിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സഫയറിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്.